സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏതാണ്? 1931 1931 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. 1931. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത് ആണ്. ആന്ത്രോത്ത്. കുതിരയുടെ ക്രോമസോം സംഖ്യ. കുതിരയുടെ ക്രോമസോം സംഖ്യ 64 ആണ്. 64. ഉമ്മിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി. ഉമ്മിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ടയലിൻ ആണ്. ടയലിൻ. മീനമാത രോഗമുണ്ടാകുന്നത് അന്തരീക്ഷത്തിൽ ഏത് ലോഹത്തിന്റെ മലിനീകരണം മൂലമാണ്? മീനമാത രോഗമുണ്ടാകുന്നത് അന്തരീക്ഷത്തിലെ ഏത് ലോഹത്തിന്റെ മലിനീകരണം മൂലമാണ്? മെർക്കുറിയുടേതാണ്. മെർക്കുറി. ആദ്യമായി മലയാളം അച്ചടിച്ചത് എവിടെ വെച്ചാണ്? ആദ്യമായിട്ട് മലയാളം അച്ചടിച്ചത് എവിടെയാണ്? ആംസ്റ്റർഡാമിലാണ്. ആംസ്റ്റർഡാം. ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ അഡ്രിനാലിൻ ആണ്. അഡ്രിനാലിൻ. ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനം കേരളമാണ്. കേരളം. ഗോവർദ്ധന്റെ യാത്രകൾ രചിച്ചത് ആര്? ഗോവർദ്ധന്റെ യാത്രകൾ എന്ന കൃതി രചിച്ചത് ആരാണ്? ആനന്ദാണ്. ആനന്ദ്. വാഗൺ ട്രാജഡി ഏത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വാഗൺ ട്രാജഡി ഏത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വാഗൺ ട്രാജഡി. മലബാർ കലാപം. നിയമസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? നിയമസഭ പിരിച്ചുവിടാൻ അധികാരമുള്ളത് ആർക്കാണ്? ഗവർണർക്കാണ്. ഗവർണർ. അസുറൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അസുറൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ചെമ്പാണ്. ചെമ്പിന്റെ അയിരാണ് അസുറൈറ്റ്. പട്ടം താണുപിള്ള രൂപീകരിച്ച പാർട്ടി. പട്ടം താണുപിള്ള രൂപീകരിച്ച പാർട്ടി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ എത്രയാണ്? ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ 6 ആണ്. 6. പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ്. പഞ്ചാബിലാണ് പ്രസിഡന്റ് ഭരണം നിലവിൽ വന്നത് ആദ്യമായിട്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശിയാണ് സാർട്ടോറിയസ്. സാർട്ടോറിയസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? അർദ്ധനഗ്നനായ ഫക്കീർ എന്ന ഗാന്ധിജിയെ വിളിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിൽ. റെഡ് ക്രോസ് ദിനം എന്നാണ് റെഡ് ക്രോസ് ദിനമായിട്ട് ആചരിക്കുന്നത്? മെയ് 8 ആണ്. മെയ് 8. ബുള്ളി എന്ന പദം ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബുള്ളി എന്ന പദം ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബുള്ളി എന്ന പദം ഏത് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹോക്കി. എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ വള്ളത്തോൾ ആരെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്? എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ വള്ളത്തോൾ ആരെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്? ഗാന്ധിജിയെക്കുറിച്ചാണ്. ഗാന്ധിജി. ഇന്ത്യയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന മേഖല. ഇന്ത്യയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് കാർഷിക മേഖലയാണ്. കാർഷിക മേഖല. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത്? ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത്? യുറാനസിൻ്റെതാണ്. യുറാനസിന്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത്? മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്ന് അറിയപ്പെടുന്നത്. മഹാത്മാഗാന്ധി ദണ്ഡിയാത്ര ആരംഭിച്ച സ്ഥലം. മഹാത്മാഗാന്ധി ദണ്ഡിയാത്ര ആരംഭിച്ചത് അഹമ്മദാബാദിൽ നിന്നുമാണ്. അഹമ്മദാബാദ്.
ഗംഗാ നദി ബംഗ്ലാദേശിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മ. പത്മ എന്ന ഗംഗാ നദി എവിടെയാണ് അറിയപ്പെടുന്നത്? ബംഗ്ലാദേശിലാണ്. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരാണ്? ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണയാണ്. സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്? ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്? റഷ്യയുടെ സഹായത്തോടെയാണ് ഭിലായ് സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചത്. റഷ്യ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് 10 ഡിഗ്രി ചാനൽ. 10 ഡിഗ്രി ചാനൽ. ഏത് നദിയുടെ അവസാന ഭാഗമാണ് കീർത്തിനാശിനി എന്നറിയപ്പെടുന്നത്? കീർത്തിനാശിനി എന്നറിയപ്പെടുന്നത് ഏത് നദിയുടെ അവസാന ഭാഗമാണ്? ഗംഗയാണ്. ഗംഗാ നദിയുടെ അവസാന ഭാഗമാണ് കീർത്തിനാശിനി എന്ന് അറിയപ്പെടുന്നത്. ഡിസംബർ 10 ഏത് ദിനമായിട്ട് ആചരിക്കുന്നു? ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നു. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. അക്കാമ ചെറിയാൻ ജനിച്ച സ്ഥലം. അക്കാമ ചെറിയാൻ ജനിച്ചത് കാഞ്ഞിരപ്പള്ളിയിലാണ്. കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കാമ ചെറിയാൻ ജനിച്ചത്. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത്. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കെ മാധവൻ നായരാണ്. കെ മാധവൻ നായരാണ് മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത്. മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി 13 മുതൽ 17 പ്രാവശ്യമാണ് ശ്വസിക്കുന്നത്. 13 മുതൽ 17 പ്രാവശ്യം. ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ വനിത. ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ വനിതയാണ് ദുർഗാബായ് ദേശ്മുഖ്. ആസൂത്രണ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത ദുർഗാബായ് ദേശ്മുഖ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാടാണ്. പാലക്കാട്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല. കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ. ഇരവികുളത്തെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം. ഇരവികുളത്തെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1978 1978. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ല. സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല. സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് കോഴിക്കോട്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി താരം. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി താരമാണ് സി ബാലകൃഷ്ണൻ. പർവ്വതാരോഹകനായ സി ബാലകൃഷ്ണനാണ് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി താരം. സമ്പന്നമായ ഭൂമി എന്നർത്ഥത്തിൽ തിരുവിതാംകൂർ വിളിക്കപ്പെട്ടിരുന്ന പേര്. സമ്പന്നമായ ഭൂമി എന്നർത്ഥത്തിൽ തിരുവിതാംകൂർ വിളിക്കപ്പെട്ടിരുന്ന പേരാണ് വഞ്ചിഭൂമി. വഞ്ചിഭൂമി എന്ന് വിളിക്കപ്പെട്ടിരുന്നത് തിരുവിതാംകൂറാണ്. അർത്ഥം എന്താണ്? സമ്പന്നമായ ഭൂമി. ജാതി വിവേചനത്തിനെതിരെ പാലക്കാട് നിന്ന് സബർമതി ആശ്രമത്തിലേക്ക് പദയാത്ര നടത്തിയതാരാണ്? ജാതി വിവേചനത്തിനെതിരെ പാലക്കാട് നിന്ന് സബർമതി ആശ്രമത്തിലേക്ക് പദയാത്ര നടത്തിയത് സ്വാമി ആനന്ദ തീർത്ഥനാണ്. സ്വാമി ആനന്ദ തീർത്ഥൻ. ദിണ്ടിഗലിലെ ഗാന്ധിറാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനായ ഗാന്ധിയൻ. ദിണ്ടിഗലിലെ ഗാന്ധിറാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനായ ഗാന്ധിയനാണ് ജി രാമചന്ദ്രൻ. ജി രാമചന്ദ്രൻ. ഞാൻ ഒരു പുതിയ ലോകം കണ്ടു എന്ന പുസ്തകം രചിച്ചത്. ഞാൻ ഒരു പുതിയ ലോകം കണ്ടു എന്ന പുസ്തകം രചിച്ചത് എ കെ ഗോപാലനാണ്. എ കെ ഗോപാലൻ. ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം. ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം വ്യാഴമാണ്. രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം മുഖ്യമന്ത്രി ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത്? രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം മുഖ്യമന്ത്രി രാജിക്കത്ത് നൽകേണ്ടത് ഗവർണർക്കാണ്. സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. തട്ടേക്കാട് പക്ഷി സങ്കേതം. സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം. നബാർഡിന്റെ ആസ്ഥാനം. നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും അധികം കാണപ്പെടുന്ന കൽക്കരി ഇനം ഏതാണ്? ബിറ്റുമിനസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും അധികം കാണപ്പെടുന്ന കൽക്കരി ഇനമാണ് ബിറ്റുമിനസ്.
കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? കീലേരി കുഞ്ഞിക്കണ്ണനാണ്. കീലേരി കുഞ്ഞിക്കണ്ണനാണ് കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലം. ആറ്റത്തിലെ ഭാരം കൂടിയ കണം. ആറ്റത്തിലെ ഭാരം കൂടിയ കണമാണ് ന്യൂട്രോൺ. ആറ്റത്തിലെ ഭാരം കൂടിയ കണമാണ് ന്യൂട്രോൺ. തമിഴ് ദേശത്തിൻ്റെ ഒഡീസി എന്നറിയപ്പെടുന്നത്. തമിഴ് ദേശത്തിൻ്റെ ഒഡീസി മണിമേഖലയാണ്. മണിമേഖലയാണ് തമിഴ് ദേശത്തിൻ്റെ ഒഡീസി എന്ന് അറിയപ്പെടുന്നത്. മണിമേഖല. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആഭ്യന്തര അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ആഭ്യന്തര അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ പ്രസിഡന്റാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആഭ്യന്തര അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ പ്രസിഡന്റ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആരാണ്? ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് എം.എൻ. റോയ് ആണ്. എം.എൻ. റോയ്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണോ ലൂണി നദി. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണോ ലൂണി നദി. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിൻ്റെ പേര്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിൻ്റെ പേരാണ് ലൂ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ് ഏതാണ്? പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ് ആണ് സെറാമിക് ഗ്ലാസ്. പ്രകാശം കടത്തിവിടാത്ത ഗ്ലാസ് ആണ് സെറാമിക് ഗ്ലാസ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്കാണ് ഐരാപുരം. എറണാകുളം ജില്ലയിലെ ഐരാപുരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക്. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂരാണ്. തൃശ്ശൂർ. ISROയുടെ ആപ്തവാക്യം. ISROയുടെ ആപ്തവാക്യമാണ് മാനവരാശിയുടെ സേവനത്തിനായി എന്നത്. മാനവരാശിയുടെ സേവനത്തിനായി ISROയുടെ ആപ്തവാക്യം. ആറളം വന്യജീവി സങ്കേതത്തിന് സമീപം ഒഴുകുന്ന പുഴ. ആറളം വന്യജീവി സങ്കേതത്തിന് സമീപം ഒഴുകുന്ന പുഴയാണ് ചീങ്കണ്ണിപ്പുഴ. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് വ്യാവസായിക പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത്. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകൻ ആരായിരുന്നു? മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യ. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്താണ്. ഇടമലക്കുടി ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക്കാണ്. റെനെ ലെനക്കാണ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. മഴവില്ലിൻ്റെ പുറം വക്കിൽ കാണുന്ന നിറമേത്? മഴവില്ലിൻ്റെ പുറം വക്കിൽ കാണുന്ന നിറമാണ് ചുവപ്പ്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശിലൂടെയാണ്. അരുണാചൽ പ്രദേശ്. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് യുറാനസ് ആണ്. യുറാനസ്. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. അരയ സമാജ സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പൻ. വർഷം 1907. ആരുടെ ബഹുമാനാർത്ഥം ന്യൂഡൽഹിയിൽ ആരംഭിച്ചതാണ് മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം? ആരുടെ ബഹുമാനാർത്ഥം ന്യൂഡൽഹിയിൽ ആരംഭിച്ചതാണ് മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം? APJ അബ്ദുൽ കലാമിൻ്റെതാണ്. APJ അബ്ദുൽ കലാം. ഭക്ഷണം കടന്നു ചെല്ലുമ്പോൾ അന്നനാളത്തിൻ്റെ തരംഗരൂപത്തിലുള്ള ചലനം. ഭക്ഷണം കടന്നു ചെല്ലുമ്പോൾ അന്നനാളത്തിൻ്റെ തരംഗരൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ്. രക്തബാങ്കുകളിൽ രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? രക്തബാങ്കുകളിൽ രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ്. സോഡിയം സിട്രേറ്റ്. സൂര്യകാന്തിപ്പൂവിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമേത്? സൂര്യകാന്തിപ്പൂവിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ്
സാന്തോഫിൽ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് പുറത്ത് കാണുന്ന പ്രതിമ ടി മാധവറാവുവിൻ്റെതാണ്. കേരളത്തിൻ്റെ 14ാമത്തെ ജില്ലയായിട്ട് കാസർഗോഡ് രൂപം കൊണ്ടതെന്നാണ്? 1984 മെയ് 24 കേരളത്തിൻ്റെ 14ാമത്തെ ജില്ലയായിട്ട് കാസർഗോഡ് രൂപം കൊണ്ടത്. 1984 മെയ് 24. ഒരു പ്രത്യേക സ്ഥലത്തുള്ള സസ്യവിഭാഗം അറിയപ്പെടുന്നതാണ് ഫ്ലോറ. ഒരു പ്രത്യേക സ്ഥലത്തുള്ള സസ്യവിഭാഗം അറിയപ്പെടുന്ന പേരാണ് ഫ്ലോറ. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ ആരാണ്? PJ ആന്റണിയാണ്. പറയിപ്പറ്റ പന്തീരുകുലത്തെ അവലംബിച്ച് N മോഹനൻ രചിച്ച നോവൽ. പറയിപ്പറ്റ പന്തീരുകുലത്തെ അവലംബിച്ച് N മോഹനൻ രചിച്ച നോവലിൻ്റെ പേരാണ് ഇന്നലത്തെ മഴ. ഇന്നലത്തെ മഴ. ജെന്റിൽമാൻസ് ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം. ജെന്റിൽമാൻസ് ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനമാണ് ക്രിക്കറ്റ്. ജെന്റിൽമാൻസ് ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം ക്രിക്കറ്റ്. നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ ഏത്? നീരാളിയുടെ ആകൃതിയിലുള്ള കായലാണ് അഷ്ടമുടിക്കായൽ. നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ അഷ്ടമുടിക്കായൽ. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്നത് ഭവാനി നദിയിലാണ്. ഭവാനി നദിയിലാണ് മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായൽ. കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായലാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ. ആലുവാപ്പുഴ, കാലടിപ്പുഴ എന്നിങ്ങനെ അറിയപ്പെടുന്ന നദി. ആലുവാപ്പുഴ, കാലടിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് പെരിയാറാണ്. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതെല്ലാം? ഏതെല്ലാം ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്? ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്. ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെ. കേരളത്തിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം. ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് മേപ്പാടി. മേപ്പാടിയാണ് ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകം. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി നദി. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്ന പുസ്തകം രചിച്ചത്. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്ന പുസ്തകം രചിച്ചത് AK ഗോപാലനാണ്. AK ഗോപാലൻ. ആരുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ? എൻ്റെ നാടുകടത്തൽ എന്നത് സ്വദേശാഭിമാനിക്ക് രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരാണ്. സ്വദേശാഭിമാനിക്ക് രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ നാടുകടത്തൽ എന്നത്. ആരുടെ ജന്മസ്ഥലമാണ് പാട്യ? പാട്യ ആരുടെ ജന്മസ്ഥലമാണ്? വാഗ്ബടാനന്ദൻ്റെ ജന്മസ്ഥലമാണ് പാട്യ. ആരുടെ ജന്മഗൃഹമാണ് കൂടില്ല വീട്? കൂടില്ല വീട് ആരുടെ ജന്മഗൃഹമാണ്? സ്വദേശാഭിമാനിക്ക് രാമകൃഷ്ണപിള്ളയുടെ വീടാണ് കൂടില്ല വീട്. ജന്മഗൃഹമാണ് കൂടില്ല വീട്. ആരുടേതാണ്? സ്വദേശാഭിമാനിക്ക് രാമകൃഷ്ണപിള്ള. ആരുടെ ജന്മഗൃഹമാണ് നെടുങ്ങോട്ട് വീട്? നെടുങ്ങോട്ട് വീട് ഡോക്ടർ പൽപ്പുവിൻ്റെ ജന്മഗൃഹമാണ്. നെടുങ്ങോട്ട് വീട് ഡോക്ടർ പൽപ്പു. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ. ആരുടെ ജന്മദിനമാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ചട്ടമ്പി സ്വാമികൾ. ശുഭയാത്രാ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ശുഭയാത്രാ പദ്ധതി 2015 ശുഭയാത്രാ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 2015. അവസാനത്തെ ചോദ്യം. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പിതാവ് വക്കം മൗലവിയാണ്. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വക്കം മൗലവി. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.